കർത്താവിൻ്റെ മഹത്വമുള്ള നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹീതമായ ഈ നല്ല പ്രഭാതത്തിനായിട്ട് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഈ പ്രഭാത സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തയേശുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ പ്രഭാത വന്ദനങ്ങളെ നിമിഷം അർപ്പിക്കുകയാണ്. പ്രാർത്ഥനയോടും ദൈവാശ്രയത്തോടും കൂടി ഈ സന്ദേശത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ തിരിക്കുന്നു. ലൂക്കോസ് എഴുതിയ സുവിശേഷം 10-ാം അധ്യായം അതിൻ്റെ 40-ാമത്തെ വാക്യം. മാർത്തയോ വളരെ ശുശ്രൂഷയാൽ കുഴങ്ങിയിട്ട് അടുക്ക വന്നു. കർത്താവേ, എൻ്റെ സഹോദരി ശുശ്രൂഷയ്ക്ക് എന്നെ തനിച്ചു വിട്ടിരിക്കുന്നതിൽ നിനക്ക് വിചാരമില്ലയോ? എന്നെ സഹായിക്കുവാൻ അവളോട് കൽപ്പിച്ചാലുമെന്ന് പറഞ്ഞു. ഈ ഭാഗം നമുക്ക് ഇവർക്കും ഒരുപക്ഷെ വായിച്ചിട്ടുള്ളവർക്ക് അറിയാൻ പറ്റും. മാർത്ത, മറിയ, ലാസർ, ഈ 3 പേരടങ്ങുന്ന ഒരു കുടുംബം, ബെഥാനിയയിലെ വീടാണ് ഇവിടുത്തെ സബ്ജക്റ്റ്. അപ്പം മാർത്തയും മറിയയും യേശുവിൻ്റെ അടുക്കൽ വരികയും വചനം കേൾക്കുകയും ചെയ്യുന്നു. ഈ 2 പേര് 2 ക്യാരക്ടറായിരുന്നു. ഒന്ന്, മാർത്ത പലതിനെയും ചൊല്ലി വിചാരപ്പെട്ട് മനം കലങ്ങിയും ഒക്കെ പല തലങ്ങൾ, അതായത് ശുശ്രൂഷകളാൽ കുഴങ്ങുന്ന ഒരു സ്വഭാവക്കാരിയായിരുന്നു മാർത്ത. മറിയ അങ്ങനല്ല. അതെല്ലാം വിട്ടേച്ചിട്ട് യേശുവിൻ്റെ അടുക്കൽ വരികയും തിരുവചനം കേൾക്കുവാൻ കാതോർക്കുകയും ചെയ്യുന്നൊരു സ്വഭാവം മറിയയ്ക്കും ഉണ്ടായിരുന്നു. രണ്ടും 2 ക്യാരക്ടറാണ്, രണ്ടും 2 ഭാഗത്ത് നിൽക്കുന്ന വ്യക്തികളാണ്. എന്നാൽ ഇവിടെ മാർത്ത യേശുവിൻ്റെ അടുക്കൽ വന്നിട്ട് പറയുന്നത് ശുശ്രൂഷയാൽ കുഴങ്ങിയിട്ട്. അപ്പോൾ യേശു അവിടെ വരുന്ന സമയത്ത് അത്യാവശ്യം നമുക്കൊരു ട്രീറ്റ് അല്ലേ, നമ്മുടെ വീട്ടിലൊരു ഗസ്റ്റ് വന്നു കഴിഞ്ഞാൽ നമ്മളവരെ പരിപോഷിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ അതിനകത്ത് നമുക്ക് തിരക്ക് വരും അല്ലേ. ഇതുപോലെ യേശു അവിടെ വന്ന സമയത്ത് മറിയ അതിലോട്ടൊന്നും പോകാതെ മാർത്തയാണ് കാര്യങ്ങളെല്ലാം ചെയ്തത്. അപ്പം മറിയ യേശുവിൻ്റെ അടുക്കൽ ഓടി വരികയും യേശുവിൻ്റെ അടുക്കൽ വന്നിരുന്ന് വചനം കേൾക്കുകയും ചെയ്യുന്ന ഒരു സ്വഭാവം മറിയയ്ക്കുണ്ട്. എന്നാൽ മാർത്ത അങ്ങനെയല്ല, യേശുവിനെ ട്രീറ്റ് ചെയ്യണമല്ലോ, പരിപോഷിപ്പിക്കണമല്ലോ. അപ്പോൾ ശുശ്രൂഷയാൽ കുഴങ്ങിയിട്ടാണ് യേശുവിൻ്റെ അടുക്കലേക്ക് ആര് വരുന്നത്? മാർത്ത വന്നിട്ട് യേശുവിനോട് പറയുകയാണ്, എൻ്റെ സഹോദരി ശുശ്രൂഷയ്ക്ക് എന്നെ തനിച്ച് വിട്ടിരിക്കുന്നതിൽ നിനക്ക് വിചാരമില്ലയോ? എന്നെ സഹായിക്കുവാൻ അവളോട് കൽപ്പിച്ചാലും. അപ്പോൾ ഇത് യേശുവിൻ്റെ അടുക്കൽ വന്നിരുന്ന് വചനം കേൾക്കുന്നതും ഒരു ഭാഗം. 2, യേശുവിനെ പരിപോഷിപ്പിക്കാൻ വേണ്ടി മാർത്ത ഒരു ഭാഗത്ത് ജോലി എടുക്കുന്നത് വേറൊരു ഭാഗം. പക്ഷേ എന്തുവായിരുന്നു മാർത്തയെ അലട്ടിയിരുന്ന പ്രശ്നം? യേശുവിൻ്റെ അടുക്കൽ വന്നിരുന്ന് വചനം കേൾക്കുവാൻ കഴിയാത്ത വിധത്തിലുള്ള ഇമ്പോർട്ടൻസ് അവൻ ചെയ്യുന്ന പ്രവൃത്തികൾക്കകത്തുണ്ടായിരുന്നു എന്നുള്ളതാണ് അതിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടത്. മറിയയ്ക്ക് ജോലി ഇല്ലാഞ്ഞിട്ടല്ല, മറ്റു വിഷയങ്ങളില്ലാഞ്ഞിട്ടല്ല, പക്ഷേ അതിനേക്കാൾ പ്രാധാന്യം യേശുവിൻ്റെ അടുക്കൽ വന്നിരുന്ന് വചനം കേൾക്കുന്നതിന് മറിയ ആഗ്രഹിച്ചു എന്നുള്ളതാണ് മറിയയുടെ മേൽ വെളിപ്പെട്ടു വന്ന അനുഗ്രഹത്തിൻ്റെ ആഴമെന്ന് പറയുന്നത്. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയമുള്ളവരെ, ഈ സന്ദേശം നിങ്ങൾ കേൾക്കുമ്പോൾ എന്നെയും നിങ്ങളെയും ദൈവത്തോട് പൂർണ്ണമായി അടുപ്പിക്കാതെ, നമ്മൾ 2 പാട്ട് പാടി പ്രാർത്ഥിച്ച് അന്യഭാഷ പറഞ്ഞ് കേട്ട് പോകുന്ന ഒരു ആത്മീക ജീവിതമാണ് ആഗ്രഹിക്കുന്നതെങ്കിലും ഓക്കെ, അല്ല, കുറച്ചുകൂടി ആത്മീക ആഴങ്ങളിലേക്ക് ഇറങ്ങണം, കർത്താവിനോട് ചേർന്നിരിപ്പാൻ എനിക്ക് ആഗ്രഹമുണ്ട് എന്ന് ചിന്തിക്കുന്ന ആരെങ്കിലും ഈ സന്ദേശം കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങളോട് ഞാൻ പറയാം, നമ്മുടെ ഭൗതിക വിഷയങ്ങൾ, നമ്മുടെ മറ്റ് പല കാര്യങ്ങൾ അല്ലേ, ഒരുപക്ഷെ അത് ജോലിയാകാം, വീട്ടിലെ കാര്യങ്ങളാകാം, ഇതെല്ലാം വേണം, ഇതൊന്നും ഉപേക്ഷിക്കണമെന്നല്ല ഈ പറയുന്നതിൻ്റെ അർത്ഥം. പക്ഷേ യേശുവിൻ്റെ അടുക്കൽ വന്ന് ഇരുന്ന് യേശുവിനിൽ നിന്ന് വരുന്ന വാക്കുകൾ കേൾക്കുവാൻ നിങ്ങൾ ആഗ്രഹിച്ചാൽ അത് നമ്മുടെ ജീവിതത്തിനകത്ത് അനുഗ്രഹം, അതിൻ്റെ ഒരു പ്രയോറിറ്റി നമ്മൾ കൊടുക്കുവാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ദൈവത്തിൻ്റെ കരുതലും കൃപയും കരുണയും അധികാരവും ദൈവപ്രവൃത്തികളും കർത്താവ് നമുക്കായി വെളിപ്പെടുത്തുക തന്നെ ചെയ്യും. അതുകൊണ്ട് അധൈര്യപ്പെട്ടു പോകാതെ, ക്ഷീണിച്ചു പോകാതെ, ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് വിടേണ്ടതിന് വിട്ട് യേശുവിൻ്റെ പാതവിടെ വന്ന് വചനം കേൾക്കാൻ മറിയെ പോലെ ശ്രമിച്ചാൽ നമ്മുടെ ജീവിതവും അനുഗ്രഹിക്കപ്പെടുവാൻ തക്കവണ്ണം ഇടവരും. അതുകൊണ്ട് സ്തോത്രം, കർത്താവിൻ്റെ വചനം കേട്ട് നിത്യജീവനെ പ്രാപിപ്പാൻ കർത്താവിൻ്റെ ആത്മാവ് നമ്മളെ സഹായിക്കട്ടെ. പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, ഈ സന്ദേശത്തിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. ഈ സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെ തൃക്കരങ്ങൾ തരുന്ന അവിടുന്ന് ചിറകടി മറയ്ക്കുകയും സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്താണ് സമസ്തവും ഏൽപ്പിക്കുന്ന മഹത്വം അങ്ങേക്ക് യേശു കർത്താവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ഗാഡ് ബ്ലസ് യു.